റൂത്ത് ചില ആഴ്ചകളായിട്ട് കർത്താവ് എന്നോട് പഠിക്കുവാൻ ആവശ്യപ്പെടുന്ന ഒരു പുസ്തകമാണ്. The book of Ruth is something that the Lord has been teaching me or I've been meditating on. കർത്താവ് ഓരോ സീസണിലും ഓരോ ട്രാൻസിഷൻ ടൈമിലും ദൈവം റൂത്തിലൂടെ സാധാരണ എന്നോട് സംസാരിക്കാറുണ്ട്. It is, for me personally, it is a book of transition for different seasons. The Lord speaks to me in various ways through this 4 chapters. അങ്ങനെ റൂത്തിലൂടെ കർത്താവ് ചില ആഴ്ചകളായി കർത്താവ് എന്നോട് ഇടപെട്ടുകൊണ്ടിരുന്നു. For a couple of weeks the Lord has been talking to me from the book of Ruth. എന്നാൽ റൂത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പഴയ നിയമത്തിലെ ഒരു പുസ്തകമാണ്. എന്തുകൊണ്ടാണ് റൂത്ത് എന്ന് പറഞ്ഞ ഒരു പുസ്തകം കാനോനൈസ്ഡ് ചെയ്തിരിക്കുന്നതെന്ന് സ്വാഭാവികമായിട്ടും ചിലർക്കെങ്കിലും ചില ചിന്തകൾ കാണുമായിരിക്കും. At least a few of us may be thinking, why is such a small book of 4 chapters about one person recorded among this book of 66? പഴയ നിയമത്തിലെ പുസ്തകങ്ങൾ എല്ലാം കർത്താവിന്റെ നിഴലാണ്. All the books in the Old Testament are a shadow to Jesus Christ. ഇന്നത്തെ ന്യൂ ജനറേഷൻ ചർച്ചകളൊക്കെ പറയും പഴയ നിയമം എല്ലാം പഴയ യഹൂദന്മാർക്കുണ്ടായിരുന്നു, അതുകൊണ്ട് പഴയ നിയമം നിങ്ങൾ വായിക്കുകയും വേണ്ട പഠിക്കുകയും വേണ്ട, മുഴുവൻ പുതിയ നിയമം മാത്രം പഠിച്ചാൽ മതി. A lot of new generation churches have gotten to a point where they teach the Old Testaments are exactly for Jewish people and we don't have to meditate that or we don't have to learn them or teach them in churches. എന്നാൽ നമ്മൾ അങ്ങനെയല്ല പഠിപ്പിക്കുന്ന. പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ നമുക്ക് വേണ്ടി എഴുതപ്പെട്ട സത്യ വേദപുസ്തകമാണ്, ദൈവത്തിന്റെ നിശ്വാസമാണ്. And we completely believe in the entirety of the word of God, entirety of all the 66 books which is God breathed. ഈ പുസ്തകത്തെ തന്നെ നമുക്ക് വ്യത്യസ്തമായിട്ട് ഇതിനെ പഠിക്കുവാനും ചിന്തിക്കുവാനും കഴിയും. There are several perspectives to this one book. ചിലര് പുസ്തകം ബൈബിളിനെ തന്നെ കൺസിഡർ ചെയ്യുന്ന ഒരു ചരിത്ര പുസ്തകമായിട്ടാണ്. A lot of people consider the entire Bible as a book of history. ചിലർ ഇതിനെ ഒരു ബുക്ക് ഓഫ് എത്തിക്സ്, ധാർമ്മികതയുടെ പുസ്തകമായിട്ട് കൺസിഡർ ചെയ്യുന്നു. Some people also consider this book as a moral conduct or an ethical code. നമ്മുടെ നാട്ടിലെ പല രാഷ്ട്രീയക്കാർക്കും മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതുപോലെ 5 മുതൽ 7 വരെയൊക്കെ കാണപ്പാടം അറിയാം. A lot of politicians, we heard last week, a lot of politicians know Matthew chapter 5 to 7 and all of that verses by heart. എന്നാൽ അവരൊന്നും ഇത് ദൈവനിശ്വാസ്യമാണെന്ന് വിശ്വസിക്കുന്നില്ല. A lot of people, but what makes us different is they don't believe that it is God breathed. ദൈവനിശ്വാസം എന്ന് പറഞ്ഞാൽ വചനത്തിന്റെ ദൈവവചനമാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല. Amen. They do not believe it is a word of God. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുൻപ് എൻ്റെ ഒരു തിയോളജിക്കൽ അധ്യാപകൻ, എന്നെ പഠിപ്പിച്ച തിയോളജി പഠിച്ച ഒരു അധ്യാപകൻ, a very beloved teacher of mine who taught me theology back in school, അദ്ദേഹം ഈ 3-ാം അധ്യായത്തിന് 1 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങൾ എഴുതിയിട്ട് പറഞ്ഞു, ഇത് ടു മച്ച് വൾഗർ ആയിട്ടുള്ള ഒരു അധ്യായമാണെന്ന്. And that person read this portion, chapter 3 verse 1 to 5 from the book of Ruth, and said it is a lot of vulgarity in it. അദ്ദേഹത്തിന് ഈ പുസ്തകം മനസ്സിലായത് ഒരു book of romance ആയിട്ടാണ് മനസ്സിലായത്. He only took this book 4 chapters as a book of romance. എന്നാൽ പുസ്തകത്തിനകത്ത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഈ പുസ്തകങ്ങൾക്കകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ സത്യം എന്തെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തു എന്ന സത്യമാണ്. From the beginning of Genesis to the end of Revelation, entire book talks about the very truth of the existence of Jesus Christ. ഉൽപ്പത്തി പുസ്തകം യേശുക്രിസ്തുവിന്റെ സ്ത്രീയുടെ സന്തതിയായി ജനിച്ച കർത്താവിനെയാണ് ഉൽപ്പത്തി പുസ്തകം വിവരിച്ച് കാണിക്കുന്നത്. In Genesis we see Jesus being born or Jesus being portrayed as the son of women. പുറപ്പാട് പുസ്തകം പെസഹ കുഞ്ഞാടായവനെ കാണിക്കുകയാണ്, കർത്താവാണ് പെസഹ കുഞ്ഞാട്. In Exodus we see the lamb who was slain. അതുപോലെ ലേവ്യ പുസ്തകം ഏക മധ്യസ്ഥൻ അല്ലെങ്കിൽ ഏക മഹാപുരോഹിതൻ, അവനാ മറ്റാരുമല്ല അത് കർത്താവാണെന്ന് പറയുക. In the book of Leviticus we see about a God being portrayed as our high priest. അതുപോലെ സംഖ്യ പുസ്തകം ഉയർത്തപ്പെട്ട പിച്ചള സർപ്പം, അത് നിഴൽ കർത്താവിന്റെ നിഴലാണെന്ന് പറയുകയാണ്. In Numbers we see about a serpent that is God. ആവർത്തന പുസ്തകം വരുവാനുള്ള പ്രവാചകൻ മോശയല്ല, വരുവാനുള്ള പ്രവാചകൻ നിത്യപ്രവാചകൻ അവൻ കർത്താവാണ്. In the book of Deuteronomy we see the eternal prophet, the master prophet, not specifically about Moses but about Jesus. അതുപോലെ യോശുവയുടെ പുസ്തകം യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായവൻ അവൻ കർത്താവാണ് പറയുകയാണ്. In book of Joshua we see God as the Lord of hosts or the Lord of hosts. ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മൾ പഠിക്കുകയാണെങ്കിൽ പല ന്യായാധിപന്മാരെ കാണുകയാണ്, എന്നിട്ട് പറയുകയാണ് വരുവാനുള്ള ന്യായാധിപതി അവൻ മാത്രമാണ്. In the book of Judges we see a lot of
judges around inside that book, but they talk about the eternal judge who is yet to come. അതുപോലെ രൂത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്ത ഇതാണ്, അവൻ മാത്രമാണ് വീണ്ടെടുപ്പുകാരൻ. There is a beautiful truth in the book of Ruth which says he is the only redeemer. രൂത്തിന്റെ പുസ്തകം രണ്ട് പേരെ പരിചയപ്പെടുത്തുന്നുണ്ട് പ്രധാനമായിട്ടും. There are two people who are introduced in the book of Ruth. ഒത്തിരി കഥ ഒത്തിരി പലരെ ഉണ്ടെങ്കിൽ തന്നെ പ്രധാനപ്പെട്ട രണ്ട് പേര്. A lot of characters are mentioned in that book, but there are two people in the അതിലൊന്ന് രൂത്ത. The first person is Ruth. ഒന്നാം അധ്യായം തൊട്ട് രൂത്തിന്റെ സ്റ്റോറിയാണ്. It is the entire book is about the story of Ruth. രൂത്തിന്റെ ബയോഗ്രഫിയാണ്. Ruth's biography is entire. അത് നാലാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ രൂത്തിന്റെ മണവാളനെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. In 4th chapter we see about the bridegroom of Ruth. അങ്ങനെയാണെങ്കിൽ രൂത്തും ബോവസുമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിവാദി വിഷയമെങ്കിലും The two central people in the book of Ruth are Ruth and Boaz. ഈ രൂത്ത് പ്രതിദാനം ചെയ്യുന്നത് മണവാട്ടി സഭയായ സ്തോത്രം തന്റെ സഭയാണ്. Ruth depicts church as the bride of Christ. അങ്ങനെയാണെങ്കിൽ മണവാട്ടിക്ക് ഒരു മണവാളനുണ്ട്, അത് മറ്റാരുമല്ല മണവാളനായ നമ്മുടെ കർത്താവാണ്. That means a bride has a bridegroom, our bridegroom being Jesus Christ. അങ്ങനെയാണെങ്കിൽ മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ആ ബന്ധമാണ് രൂത്തിന്റെ പുസ്തകത്തിൽ കൂടെ നമ്മൾ The കാണുന്നത്. book of Ruth depicts the relationship between a bride and a bridegroom. വേഗത്തിൽ ഞാൻ ചില ചിന്തകൾ ഇന്ന് രാവിലെ കമ്പിവാദ്യങ്ങൾ പോലെ പറയുവാൻ ആഗ്രഹിക്കുന്നു. I want to put forth some thoughts before you. 4 അധ്യായങ്ങൾ കൊണ്ട് നിറഞ്ഞ ഈ പുസ്തകത്തിൽ 4 chapters in this book. 4 അധ്യായത്തിൽ രൂത്ത് 4 സ്ഥലങ്ങളിലാണ്. Ruth are in 4 different positions. രൂത്ത് എന്ന മണവാട്ടി 4 സ്ഥലങ്ങളിൽ. Ruth as a bride is in 4 different states. ഒന്നാമത്തെ അധ്യായത്തിൽ രൂത്ത് മോവാബില്. In first chapter Ruth is in Moab. 10 വർഷം നമുക്ക് അറിയാം മഹളോൻ കില്ലിയോൻ അവര് കുടുംബജീവിതം നയിച്ച രൂത്തുമായിട്ട് ബന്ധപ്പെട്ട കഥ നമുക്കറിയാം. 10 വർഷത്തിന് ശേഷം അവർ മരണമടഞ്ഞു. After 10 years of successful family life, Mahlon and Chilion died. We see Elimelech, they died, and we see that part. എന്നാൽ ഇപ്പോൾ നവോമി തന്റെ അപ്പത്തിന്റെ ഭവനമായ ബേത്ലഹേമിലേക്ക് താൻ മടങ്ങി പോവുകയാണ്. Naomi is getting back into her hometown or in the homeland of bread. ഈ നവോമി ബേത്ലഹേമിലേക്ക് മടങ്ങി പോകുമ്പോൾ സ്തോത്രം കഴിഞ്ഞ 10 വർഷം ഭർത്താവിനോടുകൂടെ പാർത്ത അല്ലെങ്കിൽ യൗവനത്തിൽ വിധവയായ ജീവിതം കൈപ്പായി തീർന്ന സങ്കടപുത്രിയായ രൂത്തിനോട് ഓർപ്പയോട് ഒരുപോലെ പറഞ്ഞു, നിങ്ങൾ ഇനിയും ഈ മോവാബിൽ തന്നെ പാർത്താൽ മതിയെന്ന്. Naomi asked Orpah and Ruth to stay back in Moab. എന്നാൽ സ്തോത്രം നമുക്ക് കാണുവാൻ കഴിയുന്നു ഈ 1 അധ്യായത്തിന്റെ 2nd പാരഗ്രാഫിലേക്ക് വരുമ്പോൾ നവോമിയോടുകൂടെ മോവാബ് വിട്ട രൂത്തിനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. We see in verse 6 a woman Ruth who is leaving Moab with Naomi. തന്റെ ജീവിതത്തിലെ നഷ്ടബോധങ്ങളെ കുറിച്ച് ചിന്തിച്ച് ജീവിതം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കാതെ വണ്ണം ഇതാ നവോമിയോടുകൂടെ ദൈവത്തെ അറിഞ്ഞ രൂത്തും നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം എന്ന് പറഞ്ഞ് രൂത്തും നവോമിയോടുകൂടെ ബേത്ലഹേമിലേക്ക് കടന്നു പോകുന്നു. Ruth being not entangled in her losses, she is stepping into a new life with Naomi. അപ്പോൾ രൂത്ത് സ്തോത്രം ഈ മോവാബ് എപ്പോഴും കാണിക്കുന്ന തന്റെ പഴയ കുടുംബം. Moab depicts the old family of them, തന്റെ പഴയ ചർച്ചക്കാര്, her old family and തന്റെ relatives, പഴയ പാരമ്പര്യം, her old traditions, തന്റെ പഴയ തന്റെ കുടുംബം, old family. എന്നാൽ ഇതൊക്കെ സ്തോത്രം നവോമിയുടെ ദൈവത്തെ അറിഞ്ഞപ്പോൾ രൂത്ത് വേണ്ടെന്ന് വെച്ചു. Ruth decided to let go when she knew about a God of Naomi. അങ്ങനെയാണെങ്കിൽ മണവാട്ടി സഭ സ്തോത്രം എവിടെയാണ് പലതും വേണ്ടെന്ന് വെച്ചത് എന്ന് അറിയാമോ? സ്തോത്രം എവിടെയൊക്കെയോ സ്തോത്രം കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിന്റെ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ കഴിഞ്ഞ നാളുകളിൽ നാം സ്നേഹിച്ച കുടുംബം, കഴിഞ്ഞ നാളുകളിൽ നമ്മൾ സ്നേഹിച്ച ചർച്ചക്കാർ, നമ്മൾ കഴിഞ്ഞ നാളുകളിൽ സ്നേഹിച്ച നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഉപേക്ഷിച്ച് മോവാബിൽ നിന്നും മണവാട്ടി സഭ ബേത്ലഹേമിലേക്ക് യാത്ര തിരിച്ചു. After several encounters with God, people of God decided to let go of their old family, old tradition, let go of their old city that hindered their relationship with God as Moab, and set forth into a new journey to eternity. എന്നാൽ ഈ യാത്രയിൽ ഞാൻ ഇങ്ങനെ സാധാരണ ചിന്തിക്കും, റാഹേലും രൂത്തും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. There is a difference between Rachel and Ruth. ഈ റാഹേൽ തന്റെ യാത്ര തുടങ്ങിയപ്പോൾ കഴിഞ്ഞ നാളുകളിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന ചില ഗ്രഹബിംബങ്ങൾ
ദാഹങ്ങളെ കൊണ്ടാണ് യാക്കോബിനോട് കൂടെ സ്തോത്രം ഈ ദേശത്തേക്ക് കടന്നുപോയത്. When Rachel set forth her journey with Jacob, she actually took forth some idols, evil idols with her, and she did not completely let go of what she had in the എന്നാൽ past. രൂത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ രൂത്ത് സ്തോത്ര സകലത്തെയും വിട്ട് സകല പാരമ്പര്യത്തെയും വിട്ട് സകല കുടുംബ ബന്ധവും വിട്ട് താൻ ഇതാ നവോമിയോടുകൂടെ ബെത്ലഹേമിലേക്ക് ചെല്ലുകയാണ്. But here Ruth is different. She let go of everything that she had, her whole family, her tradition, her old people. She's setting on to a fresh new journey with Naomi. അങ്ങനെയാണെങ്കിൽ മണവാട്ടി സഭ ഇന്ന് രാവിലെ സ്തോത്ര ഈ രാവിലെ മണവാട്ടിയാകുന്ന നാം എവിടെയാണ് സ്തോത്ര നാം വിട്ടു പുറപ്പെടുമ്പോൾ സ്തോത്രം ഇന്നലകളിൽ നാം സ്നേഹിച്ച സകലത്തെയും വിട്ടാൽ മാത്രമേ നമ്മളുടെ ബെത്ലഹേമിലേക്കുള്ള യാത്രയിൽ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ നിയോഗം നമ്മുടെ മേൽ പൂർത്തീകരിക്കപ്പെടത്തുള്ളൂ. If that's the case with Ruth, we as New Testament bride, we need to understand that we need to let go of everything that has to be left behind to reach the Bethlehem that we are headed to see the work of God manifesting in our lives. ആരോടാണ് ഇന്ന് രാവിലെ സംസാരിക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് വീണ്ടും ആ നിയോഗം നൽകി തരുന്നു. വിടേണ്ടതിനെ മുഴുവൻ വിട്ടാലേ സ്തോത്രം നിന്റെ ജീവിതത്തിലെ നിയോഗങ്ങളുടെ പൂർത്തീകരണം ഉണ്ടാകത്തുള്ളൂ. Amen. The Lord is giving me a unction of the Holy Spirit to remind somebody today hearing me this morning, you need to let go of everything that had to be left behind in order to see the fulfillment of your destiny happening in your life. നിന്റെ പുറകോട്ട് വലിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിന്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള നിന്റെ യാത്രയിൽ അത് നിന്നെ തടയുവാനിടയായി തരും. നിയോഗത്തെ തടയുവാനിടയായി തരും. If there is something that you are tied to from your past, you need to make sure that you let go of it. Otherwise you will not get into the fulfillment of your destiny. അത് പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ മാറത്തില്ല. അത് സ്തോത്ര കൂടി ഇരിക്കുന്നവർ പ്രാർത്ഥിച്ചാൽ മാറത്തില്ല. സ്തോത്ര വിടേണ്ടതിനെ മുഴുവൻ വിട്ടാൽ മാത്രമേ ദൈവ പ്രവൃത്തിയുടെ മഹത്വം ദൈവം നമ്മെ വെളിപ്പെടുത്തത്തുള്ളൂ. You will only see the fullness of glory revealed in your life when you decide to let go of things you need to let go. It will not happen by pastors laying a hand over your head and praying or people around you praying for you. സ്തോത്രം. Amen. സ്തോത്രം. Amen. ഇത് മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് I സ്തോത്രം. thank the Lord for people who are understanding this morning. ഓർപ്പ രൂത്ത്. Orpah and Ruth. രൂത്ത് നവോമിയെ കെട്ടിപ്പിടിച്ച് ചുംബനം ചെയ്ത് മോവാബിലേക്ക് മടങ്ങിയപ്പോൾ When Ruth hugged and kissed Orpah kissed Naomi and went back. രൂത്ത് നവോമിയോട് ഒരുമിച്ച് ബെത്ലഹേമിലേക്ക് പോകുവാൻ തീരുമാനമെടുത്തു. Ruth decided to stick to Naomi and head over to Bethlehem. ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു തീരുമാനം അവൾ എടുത്തത്. That was one of the best decisions that she made in her life. ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് തീരുമാനം. That was the best decision that she ever made in her life. ചരിത്രം മാറ്റിക്കുറിച്ചത് ആ ഒറ്റ തീരുമാനം. That changed her life overall. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ എടുക്കുന്ന ഒരു തീരുമാനത്തെ ചരിത്രം മാറ്റിക്കുറിക്കുവാൻ ആ തീരുമാനത്തിന് ശക്തിയുണ്ട്. Amen. One major significant decision that you are ready to take this morning can change the entire trajectory of your life. ഒന്നാമത്തെ അധ്യായത്തിൽ രൂത്ത് മോവാബിൽ, First chapter, Ruth is in Moab. രണ്ടാം അധ്യായത്തിൽ രൂത്ത് ബോവസിന്റെ വയലിൽ. And in second chapter we see Ruth in the field of Boaz. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ വിശദീകരിക്കുക. Let me explain quickly. ഇപ്പൊ ബോവസിന്റെ വയലിൽ രൂത്ത് എത്തപ്പെട്ടിരിക്കുകയാണ്. She just reached the field of Boaz. സ്തോത്രം. എന്തിനാണ് എത്തപ്പെട്ടിരിക്കുന്നത്? Why is she there? രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു, വയലിൽ ചെന്ന് കതിർ പെറുക്കുവാൻ ഇപ്പോൾ നവോമിയോട് ആലോചന ചോദിച്ചപ്പോൾ രൂത്ത് ചെന്നിരിക്കുകയാണ്. Amen. There is something that Ruth is doing. In verse 2 we see Ruth the Moabite said to Naomi, let me go to the field and glean among the ears of grain after him. മൂന്നാമത്തെ വാക്യത്തിൽ ഒരു പ്രധാനപ്പെട്ട വാക്യമുണ്ട്. ഭാഗ്യവശാൽ അവൾ ബോവസിനുള്ള വയലിൽ എത്തിച്ചേർന്നു. In verse 3 we see something that specifically written, and she happened to come to the part of the field belonging to Boaz. ഇംഗ്ലീഷിൽ she happened എന്നേ ഉള്ളെന്ന് തോന്നുന്നു അല്ലേ? Yeah. എന്നാൽ ഇംഗ്ലീഷിൽ മലയാളത്തിൽ മലയാളത്തിൽ ഭാഗ്യവശാൽ. In Malayalam translation we see a word added on to that, luckily or blessed that she got into the part that belonged to Boaz. എനിക്കൊന്ന് നമ്പൂതിരിയായി ഇത് ഈ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്തെങ്കിലും നമ്പൂതിരി ഈ വാക്ക് എഴുതിയപ്പം നമ്പൂതിരിയുടെ അകത്തൊരു വെളിപ്പാട് അടിച്ചു.
Even though it was a foreign man who did not do Christianity at all, translated this, probably when he translated this portion, there must be a certain encounter that happened to him that he added that word there. ഭാഗ്യവശാൽ Luckily or blessed, അവൾ ബോവസിന്റെ വയലിലെത്തി. she happened to get into the part that belonged to Boaz. ചേർന്ന് പറഞ്ഞ ഭാഗ്യവശാൽ. Luckily blessed. Praise the Lord. Amen. വയലിലെത്തിയോ? Did we reach the field? ബോവസിന്റെ വയലിലെത്തിയോ? She reached the field of Boaz. ബോവസിന്റെ വയൽ എന്താ കാണിക്കുന്നത്? What does the field of Boaz depict? ബോവസിന്റെ വയൽ ദൈവസഭയെ കാണിക്കുന്നത്. Amen. The field of Boaz depicts the church itself. ദൈവത്തിന്റെ സഭ. Church of God. അതാണ് ബോവസിന്റെ വയൽ കാണിക്കുന്നത്. That is what is depicted as the field of Boaz. That is the spiritual sense ബോവസിന്റെ here. വയലിൽ ആരൊക്കെയുണ്ട്? Who are there in the field of Boaz? അധ്യായത്തിൽ നോക്കുമ്പോൾ കൊയ്ത്തുകാരുണ്ട്. In chapter 2 we see harvesters. ദാസന്മാരുണ്ട്, ദാസിമാരുണ്ട്. There are servants. വേലക്കാരുണ്ട്. There are servants there. കൊയ്ത്തുമാരുടെ യജമാനനുണ്ട്. There are masters of those എന്നാൽ slaves. അതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് And above and beyond all of that, വയലിന്റെ ഉടമസ്ഥൻ ബോവസ് ഉണ്ട്. the owner of the field, Boaz, is present there. അങ്ങനെയാണെങ്കിൽ ബോവസിന്റെ വയലിൽ ഇവളെത്തി. And she reached the field of the owner, Boaz. ഞാൻ പറഞ്ഞു ബോവസ് കർത്താവിനെ കാണിക്കുന്നത്. Amen. Boaz depict God. ഒത്തിരി സഭകളുണ്ടെങ്കിലും ബോവസിന്റെ വയലിൽ എത്തിയാൽ നിന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറും. Amen. Even though there are different fields around, if you reach the exact place where the owner is present, that will change your life. നിന്റെ ചരിത്രം മാറുന്നത് ബോവസിന്റെ വയലിൽ എത്തുമ്പോൾ മാത്രമാണ്. Only if you get into the field of Boaz, that is when your life will change. കാര്യം ബോവസിന് മാത്രമേ നിന്നോട് ദയ കാണിക്കാൻ കഴിയത്തുള്ളൂ. Only Boaz can show mercy to you. കൊയ്ത്തുകാർക്ക് കാണിക്കാൻ കഴിയത്തില്ല. Harvesters or people who വേലക്കാർക്ക് കാണിക്കാൻ കഴിയത്തില്ല. servants cannot show mercy to you. ദാസന്മാർക്ക് കാണിക്കാൻ കഴിയത്തില്ല. The people of servants cannot show ദാസിമാർക്ക് കാണിക്കാൻ mercy. കഴിയത്തില്ല. Servants cannot. ഇതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. It is all written there. എന്നാൽ ബോവസിന്റെ വയലിൽ എത്തിയാൽ ബോവസിന് നിന്നോട് കരുണയുണ്ട്. Amen. If you reach the field of Boaz, the owner has the ability to show mercy to you. അങ്ങനെയാണെങ്കിൽ ഒരു പദം കൂടി ഞാൻ ചേർത്ത് പറയാം. ദൈവസഭയുടെ ഉടമസ്ഥൻ ആരാന്ന് ചോദിച്ചാൽ അത് ഒരു ഉപദേശിയല്ല, അതൊരു ബോർഡ് മെമ്പർ അല്ല, അത് സർവശക്തനായ കർത്താവ് മാത്രമാണ്. The owner of the church, the spiritual sense is only this much. The owner of the church is God. It is not any board members or anybody who is controlling. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ വയലിൽ എത്തപ്പെട്ട സ്തോത്ര ഒരു ദൈവ പൈതലും സ്തോത്ര അവന്റെ ജീവിതത്തിൽ ഒരു നിരാശ ഉണ്ടാകത്തില്ല. Amen. If you have reached the right field where Boaz is in control or where God is in control, your life will change. Praise the Lord. Amen. Praise the Lord. Amen. എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്. In verse 8 we see ബോവസ് പറയുന്ന ഒരു പദമുണ്ട്. there's something Boaz says to കേട്ടോ Ruth. മകളെ, പെറുക്കുവാൻ വേറൊരു വയലിൽ പോകണ്ട. Now listen, my daughter, do not go to glean in any other field വിടുകയും വേണ്ട. or leave this one, ഇവിടെ എന്റെ ബാല്യക്കാരത്തികളോട് ചേർന്ന് കൊള്ളുക. but keep close to my young women. പദത്തിൽ പറയുകയാണ്, In verse 9 it says, ബാല്യക്കാർ നിന്നെ തുടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. I have charged the young men not to touch you. ചില സ്തോത്ര നിയോഗങ്ങളുടെ ഭാഗമായിട്ട് ആ പദങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് എന്നെ തൊട്ട പദങ്ങളാണ്. These are some verses that the Lord spoke to me. ഒരു ബാല്യക്കാരനും തൊടാൻ ദൈവം നിന്നെ അനുവദിക്കില്ല. കാര്യം നീ ബോവസിന്റെ വയലിലെത്തിയാൽ. You are in the field of the owner and the owner has charged the young men not to touch you. Nobody will come against you. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. നീ പെറുക്കാൻ വേറൊരു വയലിൽ പോകണ്ട. You don't have to go to any other field. Praise the Lord. Amen. ഇവിടെ എന്താ സംഭവിക്കുന്നത്? 13ാമത്തെ വാക്യം പറയുകയാണ്. What is happening? We see in verse 13. അവൾ ചെന്നിട്ട് സ്തോത്രം നീ എന്നെ ആശ്വസിപ്പിക്കുക, അടിയനോട് ദയായി സംസാരിക്കുകയും ചെയ്യുവാൻ എന്നോട് നിനക്ക് കൃപ തോന്നിയല്ലോ. Then she says, I have found favor in your eyes, my Lord, for you have comforted me and spoken kindly to me. അങ്ങനെയാണെങ്കിൽ ബോവസിന് മാത്രമേ നിന്നോട് ദയായിട്ട് സംസാരിക്കാൻ കഴിയത്തുള്ളൂ. Only the owner Boaz can show mercy, favor and comfort you. ബോവസിന് മാത്രമേ നിന്നെ ആശ്വസിപ്പിക്കാൻ കഴിയത്തുള്ളൂ. Only Boaz can comfort you. ബോവസിന് മാത്രമേ നിന്നോട് കൃപ തോന്നുവാൻ കഴിയത്തുള്ളൂ. Only Boaz can show favor. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ദൈവസന്നിധി കടന്നു വന്ന സഭായോഗത്തിന് കടന്നു വന്ന നിന്നെ ആശ്വസിപ്പിക്കുന്നത്, നിന്നോട് ദയ തോന്നുന്നത്, നിന്നോട് കരുണ കാണിക്കുന്നത് മറ്റാർക്ക് കഴിയത്തില്ല.
ബോവസിന് മാത്രമേ കഴിയത്തുള്ളൂ. For the people of God who are in the church of God, only God can show you favor, only He can release comfort over your life, only He can speak kindness and mercy over your life. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് ഇന്ന് രാവിലെ നീ ഇവിടുന്ന് മടങ്ങുന്നതിന് മുൻപ് സ്തോത്രം ബോവസിന്റെ കൃപ ഈ രാവിലെ അനുഭവിച്ചിട്ടേ നീ മടങ്ങാവുള്ളൂ. Therefore make sure that you experience and gain the mercy of Boaz that we see in God. കൃപയില്ലാത്തൊരു ലോകത്തിലേക്ക് നീ അടുത്ത 15 മിനിറ്റ് കഴിയുമ്പോൾ ഇറങ്ങി പോകുന്ന, എന്നാൽ ഇന്ന് രാവിലെ നീ കൃപ പ്രാപിച്ചാൽ ഈ ആഴ്ച മുഴുവൻ ആ കൃപ നിന്നെ താങ്ങും. Amen. If you are getting into the corrupt world in next 15 minutes, and if you have this grace infilled in you, this grace will carry you. സന്തോഷമുള്ള ദൈവമക്കളൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. Amen. Hallelujah. Amen. Hallelujah. Hallelujah. Praise the Lord. Thank you, Jesus. Praise the Lord. Thank you, Jesus. Hallelujah. 14ാമത്തെ വാക്യം നോക്കിക്കേ. What do we see in verse 14? ഭക്ഷണ സമയത്ത് ബോവസ് അവളോട് പറയുകയാണ്, At mealtime, Boaz ഇവിടെ said വന്ന് to her, ഭക്ഷണം കഴിക്കുക, come here and eat കഷണം some bread. ചാറ്റിൽ മുക്കിക്കൊള്ളുക. Dip your morsel in the wine. ഓ, അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ നിനക്ക് വേണ്ട മലർ, സ്തോത്രം, നിനക്ക് വേണ്ട ഭക്ഷണം, സ്തോത്രം, നിനക്ക് വേണ്ട വീഞ്ഞ് ബോവസിന് നൽകി തരുവാൻ നിനക്ക് കഴിയും. Boaz can provide you with the bread and the morsel and the wine. Whatever you need, he can provide. ഇന്ന് രാവിലെ ആരും സ്തോത്രം ബോവസിന്റെ വയലിൽ വന്നിട്ട് പട്ടിണിയായിട്ട് മടങ്ങി പോകരുത് കേട്ടോ. Nobody has to go back starving after getting into the field of Boaz. ബോവസിന്റെ വയലിൽ നിനക്ക് വേണ്ടത് ഉണ്ട്. Amen. Everything that you need for your life is ബോവസിന്റെ present. വയലിൽ നിനക്ക് തിന്ന് തൃപ്തിപ്പെടാനുള്ളത് ഉണ്ട്. You have everything that you require and satisfy yourself in this ഇന്ന് രാവിലെ field. ബോവസിന്റെ വയലിൽ മാത്രമേ നിന്നെ പുഷ്ടിപ്പെടുത്താനുള്ളത് ഉള്ളൂ. Only the field of Boaz has everything that you need and sufficient. ഇന്ന് രാവിലെ നിന്റെ ആത്മജീവന്, ആത്മ മനുഷ്യന് വേണ്ടത് നൽകുവാൻ ബോവസിന്റെ വയലിൽ ഉണ്ട്. Whatever your inner man requires, all of it is present in this field. ഇതിന്റെ നടുവിൽ കടന്നു വന്നിരിക്കുന്ന മണവാട്ടി രൂത്തേ, Oh, Ruth, the bride who is hearing me this നീ morning, മോവാബിൽ നിന്ന് കടന്നു വന്നതെങ്കിലും you have come from Moab. നീ ജാതീയ സ്വത്ര വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്നവളാണെങ്കിലോ, Even though you were among the people who were worshipping foreign gods, എന്നാൽ ഭാഗ്യവശാൽ ബോവസിന്റെ വയലിൽ നീ എത്തിയത് കൊണ്ട് oh, you happen to get into the field of നിന്റെ Boaz. ജീവിതത്തിന്റെ മുഴുവൻ നന്മയും ആ ബോവസിന് നിനക്ക് വേണ്ടി നൽകുവാൻ ഇന്ന് രാവിലെ കഴിയും. All the blessings that he has can be provided to your life because you have ended up in the right നിന്റെ field. കുടുംബ പാരമ്പര്യമല്ല, It is not your family നിന്റെ tradition. ചർച്ചയുടെ ബന്ധത്തിന്റെ ശക്തിയല്ല, It is not the strength of your family and background. നിന്റെ ദേശത്തിന്റെ മഹിമയല്ല, It is not the place that you come from. മറിച്ച് കൃപയാൽ നീ വയലിലെത്തിയത് കൊണ്ട് നിന്റെ ജീവിതം അത് മാനിക്കപ്പെടുക തന്നെ ചെയ്യും. Graciously you have got into the right field of Boaz, and that will change the trajectory of your life. നിന്റെ ജീവിതം ഈ വയലിലെത്തിയത് കൊണ്ട് അത് അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. Your life will be blessed because you reached this field. നിന്റെ ബോവസ് അവൻ തിന്മ തരുന്ന ദൈവമല്ല. Amen. My Boaz that I am talking about, അവൻ my നിന്റെ God. തന്മയെ അവൻ നന്മയാക്കി തീർക്കുന്ന He ദൈവമായിട്ടോ. will turn all the things evil into good. ഈ രാവിലെ നീ പ്രതികൂലത്തിലൂടെ കടന്നു വരുന്നതെങ്കിലോ, You may be walking through challenges. ഇന്ന് രാവിലെ നീ ജീവിതത്തിന്റെ വ്യത ഏകയായി അനുഭവിക്കുന്നവളാണെങ്കിലോ, You may be walking through a season of loneliness in your life. നീ ബോവസിന്റെ വയലിലെത്തിയത് കൊണ്ട് നിനക്ക് വേണ്ട നന്മ, നിനക്ക് വേണ്ട ഉദ്ധാരണ, നിനക്ക് വേണ്ട വിടുതൽ, നിനക്ക് വേണ്ട ആത്മീയ അഭിവൃദ്ധി, നിനക്ക് വേണ്ട ശാരീരിക വിടുതൽ ഈ ബോവസിന്റെ വയലിൽ നിനക്ക് വേണ്ടി അവൻ നൽകി തരുന്ന നല്ല ബോവസാണ്. Just because you reached into this right field of Boaz, the redemption that you need, the healing that you need, everything that you need will be provided by this Boaz. Hallelujah. 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 Praise the Lord. Thank you, Jesus. Praise the Lord. മൂന്നാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ In chapter 3 when we see രൂത്ത് ബോവസിന്റെ കളത്തിൽ, and we see Ruth is in the floor, in the threshing floor. യെസ്, അടുത്തൊരു പദം കൂടി ചേർന്ന് പറഞ്ഞാൽ പറയാം,
ബോവസിന്റെ കാൽക്കൽ. And there we see Ruth at the feet of Boaz. ഇന്നലകൾ വരെ Till yesterday, രൂത്തിന് ബോവസ് ഒരു യജമാനൻ മാത്രമായിരുന്നു. till yesterday, Boaz was a mere master to Ruth. എന്നാൽ Here, but now. നവോമി ബോവസിനോട് ഒരു പദം പറഞ്ഞു. But there is something that Naomi says to Boaz. എന്താ പറഞ്ഞെന്നറിയാമോ? You know what she said? നിനക്ക് വിശ്രാമ സ്ഥലം ഞാൻ അന്വേഷിക്കുകയാണ്. I am looking for a place for you to rest. അതുകൊണ്ട് ബോവസ് Therefore, നിനക്ക് വേണ്ടി ഒരു വീണ്ടെടുപ്പുകാരനായി തീരാൻ സാധ്യതയുണ്ട്. there are chances that Boaz might become your redeemer and your redemption. നല്ല അമ്മായിമ്മയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. I thank the Lord for that great mother-in-law. പല അമ്മായിമാര് മരുമകൾക്ക് റോങ് വേർഡ് പറയുമ്പോൾ A lot of mother-in-laws are sending wrong words to their. മരുമകൾക്ക് വിശ്രാമം പകരുന്ന ഒരു അമ്മായിമ്മയായിരുന്നു. There is a mother-in-law who is trying to find a resting place for her daughter-in-law. എല്ലാ അമ്മായിമാരും സ്തോത്രം പറഞ്ഞാട്ടെ. കേട്ടില്ല കേട്ടോ സ്തോത്രം. സ്തോത്രം. Praise the Lord. Jesus. എന്താ ഇവിടെ കാണിക്കുന്നത്? What does it depict here? ബോവസിന്റെ കാൽക്കൽ ഉറങ്ങുവാനുള്ള സ്ഥലം രൂത്ത് അന്വേഷിക്കുകയാണ്. Ruth is searching for a place where she can sleep at the feet of Boaz. Praise the Lord. Jesus. Praise the Lord. Hallelujah. പകൽ മുഴുവൻ ജോലി ചെയ്ത അധ്വാനിച്ച രൂത്ത്, Ruth hardworking in the daytime. അന്നതിന് വീട്ടിൽ കിടന്ന് ഉറങ്ങാവുന്നല്ല. She did not decide to get back home and sleep. അവൾ ഉറങ്ങാൻ, To sleep, to find a place of rest. അവൾ ബോവസിന്റെ കാൽക്കൽ ചെന്നു. She is there at the feet of Boaz. ഇത് അടുത്ത ഒരു ലെവൽ ഓഫ് ഇന്റിമസിയെ കാണിക്കുന്നത്. This shows an upgraded level of intimacy with God. ബാലിക്കാരും ബാലിക്കാരത്തികളൊന്നും ഇതിന് ഒരുങ്ങപ്പെടത്തില്ല. The other servants and harvesters cannot get into this position. കൊയ്ത്തുകാരും കൊയ്യുന്നവരും ഒക്കെ ഒത്തിരി പേര് അവിടെ The ഉണ്ടായിരുന്നു. sowers and the reapers, a lot of people are there around that place. അവരൊന്നും ഇതിനു വേണ്ടി തയ്യാറാകുന്നില്ല. But nobody got to a place of closeness to get there. എന്നാൽ അന്ന് രാത്രിയിൽ But at that night, രൂത്ത് ബോവസിന്റെ കാൽക്കൽ ചെന്നു. Ruth went to the feet of Boaz. ദൂത് മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം. I thank God for who understands this നിന്റെ message. ജീവിതത്തിന്റെ അർത്ഥം ആരംഭിക്കുന്നത് ബോവസിന്റെ കാൽക്കൽ നിന്നാണ്. The exact meaning of your life will be revealed at the feet of Boaz. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. Mary chose the right part. അവൾ ആരും അവളിൽ നിന്ന് അപഹരിച്ചില്ല. That will not be taken away from her. മാർത്ത പലതിനെയും ചൊല്ലി വിചാരപ്പെട്ടു. Martha was worried about a lot of things, but her heart was troubled. എന്നാൽ നല്ലത് ലഭിക്കുന്നതെന്നും പാദപീഠത്തില. But the best you will receive only from the feet. പാദാന്തികത്തിൽ മാത്രമേ ഉള്ളൂ നല്ല അംശം കിട്ടുന്നത്. You will get the best from the feet of God. ഈ രാവ് പകലും പാദപീഠത്തിൽ കടന്നു വരുന്ന രൂത്തേ, മണവാട്ടിയെ, നിനക്ക് അവിടെ കരുതലുണ്ട്. This morning, O Ruth, O bride who is coming to the feet of Boaz, there is a provision, there is a providence that has been called forth for you. ദൈവാത്മാവാരോടോ ഇന്ന് രാവിലെ വളരെ വ്യക്തമായി The സംസാരിക്കുന്നു. Holy Spirit is speaking to somebody clearly this morning. ഇന്ന് രാവിലെ പാദപീഠത്തിൽ കടന്നു വരുന്ന രൂത്തേ, നീ അവിടെ കരുതൽ അനുഭവിക്കും. Oh Ruth, who you decided to get to the feet of Boaz, you will see the provision of God. എഴുതി വെച്ചോ, ബോവസിന്റെ കരുതൽ നീ അനുഭവിക്കൂ. Note it down, you will see the provision of Boaz coming forth for you. Praise the Lord. അവൾ അനുഭവിച്ച ഒരു 4 കരുതൽ ഞാൻ വേഗത്തിൽ പറയാം. I want to just mention 4 provisions that she experienced. Verse number 4, ഒന്നാമത്തെ കരുതൽ. In verse 4 we see the first thing. എന്താണെന്നറിയാമോ? അവിടെ കിടന്നു കൊള്ളുക എന്ന് നവോമി പറയുമ്പോൾ, നവോമി തന്നെ പറയുന്നൊരു പദമുണ്ട്, എന്നാൽ നീ എന്തു ചെയ്യണമെന്ന്
അവൻ നിനക്ക് പറഞ്ഞു തരും. And in verse 4 towards the end we read, he will tell you what to do. നമ്പർ 1, Oh, come on. നവോമി രൂത്തേ, Oh, Ruth, നീ അവന്റെ പാദപീഠത്തിൽ കിടക്കുമ്പോൾ if you are ready to lie down at his നീ feet, എന്തു ചെയ്യണമെന്ന് what you must do, അവൻ നിന്നോട് പറഞ്ഞു തരും. he will instruct you. നീ തീരുമാനം എടുക്കേണ്ടി വരത്തില്ല. You don't have to decide by yourself. അവൻ നിനക്ക് വേണ്ടി തീരുമാനം എടുക്കും. He will decide for you. നീ അല്ല തീരുമാനം എടുക്കുന്നത്. You are not deciding. നിന്റെ ജീവിതം ഓൾറെഡി നീ തീരുമാനിക്കപ്പെട്ടതാണ്. You decided a part of your life Your already. life is already been orchestrated. Amen. നിന്റെ ജീവിതം ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ അടുത്ത തീരുമാനം എടുക്കുന്നത് നിന്റെ ബോവസ് ആയിരിക്കും. Amen. The next steps, the next decision of your life will be taken by the God. ഈ പകൽ പരിശുദ്ധാത്മാവാരോടൊക്കെയോ പ്രവചിച്ചു പറയുകയാണ്. Holy Spirit is prophesying over some lives this അടുത്ത morning. തീരുമാനത്തിന് മുൻപിൽ ചഞ്ചലപ്പെട്ട് നിൽക്കുന്ന ആരൊക്കെയോ എന്നെ കേൾക്കുന്നെങ്കിൽ Somebody who is at a fork of life trying to make ഭാരപ്പെടേണ്ട. decisions. നിന്റെ അടുത്ത ജീവിതത്തിന്റെ തീരുമാനം എടുക്കുന്നത് ബോവസ് ആണ് നിനക്ക് The വേണ്ടി. next decision, the next step of your life will be taken by Boaz. ബോവസ് എടുത്താൽ നിന്റെ ജീവിതം റിഗ്രറ്റ് ചെയ്യേണ്ടി വരത്തില്ല. You will not have to regret if you go by the words of Boaz. 2 വേഴ്സ് നമ്പർ 11 Verse number 11, the second thing we read. പറയാണ്, മകളെ ഭയപ്പെടേണ്ട, Oh daughter, do not afraid. ചോദിക്കുന്നതൊക്കെ ഞാൻ ചെയ്തു തരാം. Do not fear. I will do for you all ബോസിന്റെ that you കരുതൽ ask. കാണണോ? Do you want to see Boaz? നീ അവന്റെ കാൽക്കൽ കിടക്കണം. You have to lay down at his feet. നീ ചോദിക്കുന്നതൊക്കെ ഞാൻ നിനക്ക് ചെയ്തു തരാം. I will do everything what you ask for. ആർക്കാ ഇത്രയും വലിയ അഷ്വറൻസ് പറയാൻ കഴിയുന്നത്? Who can give you such great of an assurance? ബോവസിന് മാത്രമേ പറയാൻ It is only കഴിയത്തുള്ളൂ. Boaz. നീ ചോദിക്കുന്നതൊക്കെ ഞാൻ നിനക്ക് ചെയ്തു തരാം. Ask and I will give it to you. കാരണം എനിക്ക് അതിനുള്ള കഴിവുണ്ട്. Because I have the ability എനിക്ക് to അതിനുള്ള do so. ശക്തിയുണ്ട്. I have the power to do എനിക്കത് so. ചെയ്തു തരുവാനുള്ള കഴിവുണ്ട്. I have the ability to അങ്ങനെയാണെങ്കിൽ do ഇന്ന് so. രാവിലെ നീ ദൈവപാദത്തിൽ കടക്കുന്നെങ്കിൽ ആത്മാവ് നിന്നോട് പറയാണ്, നീ ചോദിക്കുന്നതൊക്കെ ഞാൻ നിനക്ക് ചെയ്തു തരും. If you are ready to sit at the feet and the presence of God, Holy Spirit is saying, I will give you what you ask for. സ്തോത്ര. 17ാമത്തെ വാക്യം പറയുന്നു, Verse 17. അമ്മായിമ്മയുടെ അടുക്കൽ നീ പോകുമ്പോൾ When you go to your വെറും mother-in-law, കൈയായിട്ട് പോകരുത്. you don't have to go empty-handed. മറിച്ച് 6 ഇടങ്ങഴിയവും അവൻ കൊടുത്തു. 6 measures of barley he gave to her. ബോസിന്റെ കരുതൽ കണ്ടോ? You see the provision of Boaz. നീ മടങ്ങി അമ്മായിമ്മയുടെ അടുക്കൽ പോകുമ്പോ When you are going back to your mother-in-law, നീ വെറുതെ പോകത്തില്ല. you don't have to go back നീ empty-handed. വെറുതെ എംപ്റ്റി ഹാൻഡഡ് ആയി പോകത്തില്ല. You don't have to go back നിന്റെ empty-handed. കൈ നിറയെ ധാന്യവുമായിട്ടാണ് നീ Your മടങ്ങുന്നത്. hand is full of blessings. നിന്റെ കൈ നിറയെ ധാന്യവുമായി മടങ്ങുന്നു. Your hand is full of barley. നിന്റെ കൈ നിറയെ ധാന്യവുമായി നീ Your മടങ്ങുന്നു. hand is full of blessings when you go back. നാലാമത്തെ പദം കേൾക്കണോ? You want to hear the അത് fourth നവോമി thing? പറഞ്ഞ പദമാണ്. Oh, Naomi says, എന്റെ മകളെ, ഈ കാര്യം എന്താകുമെന്ന് അറിയോളം നീ അനങ്ങാതിരിക്ക. Amen. Wait, my daughter, until you learn how the matter turns out. നിന്റെ ഒരു ഫിംഗർ പ്രിന്റ് അല്ല, എന്താ പറഞ്ഞേ, നിന്റെ ഒരു കൈവിരൽ നീ ചലിപ്പിക്കണ്ട. You don't have to even make a little movement even with your fingers. ഈ കാര്യത്തിന് തീരുമാനമാകുവോളം നിന്റെ കൈ അനങ്ങാതിരിക്കുക. Till you see this matter settled, do not make any moves from your നീ side. കൈ അനക്കണ്ട. You don't have to move your hand. നിന്റെ കാര്യം തീരുമാനിക്കാൻ ബോവസ് ഉണ്ട്. God, Boaz is here to decide for നിന്റെ you. കാര്യം തീരുമാനിക്കുവോളം Till you get this matter sorted, അവൻ സ്വസ്ഥമായിട്ടിരിക്കത്തില്ല. he will not be at rest. Come on. Oh Jesus. നീ സ്വസ്ഥത കളയണ്ട. You don't have to get restless. നിന്റെ സന്തോഷം നീ കളയണ്ട. You don't have to compromise your joy. അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. But the man will not rest until this matter is വീരനായ settled. ദൈവം, Oh, this God, മഹത്വവാനായ ദൈവം, God who is അത്ഭുത glorious, കാര്യങ്ങളെ ചെയ്യുന്ന ദൈവം, who is glorious and അവൻ നിനക്ക് wonderful. വേണ്ടി അത്ഭുതം ചെയ്യും. He will do wonders for അവൻ you. നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. He will come in action for ദൈവം you. എഴുന്നേൽക്കും. God will rise up for you. ശത്രുക്കൾ ചിതറിപ്പോകും. Enemies will be scattered. ദൈവം എഴുന്നേൽക്കും. God will arise. ശത്രു ചിതറിപ്പോകും. All the enemies will scatter. Marcus Bataya, Relbos, Membre Kelba, Satabarataya.
Roll koma se tebre kelba samrak. Ros kol paria katapa. Res kabataya ta. Oh, for the man will not rest. ഞാൻ അവസാനിപ്പിക്കുന്നു. I'm concluding here. രൂത്ത് Oh, Ruth. 4-ാം അധ്യായത്തിൽ In 4th chapter, മണവാളന്റെ വീട്ടിലാ. we see Ruth in the house of Boaz the Redeemer. 1-ാം അധ്യായത്തിൽ അവൾ മോവാബിലായിരുന്നു. In 1st chapter, she was in Moab. 2-ാം അധ്യായത്തിൽ അവൾ കളത്തിലായിരുന്നു. Amen. In 2nd chapter, we see she was in the field. 3-ാം അധ്യായത്തിൽ അവൾ കാൽക്കലായിരുന്നു. In 3rd chapter, she was at the feet. 4-ാം അധ്യായത്തിൽ അവൾ വീട്ടിൽ. In 4th chapter, we see he is at the house of Boaz. അവൻ വീട്ടിൽ. She is at the house of വീട്ടിൽ Boaz. വെറുതെ ഒന്നും അല്ല ചെന്നത്. ഒറ്റ പദം പറഞ്ഞിട്ട് She അവസാനിപ്പിക്കുക. did not go empty there. വീട്ടിൽ ചെല്ലാൻ ഒരു വീണ്ടെടുപ്പ് വേണമായിരുന്നു. Oh, there has to be a redemption happening to get into the Redeemer's വീട്ടിൽ house. ചെല്ലാൻ പറ്റത്തില്ല. She cannot just like that walk into the house. വീണ്ടെടുപ്പുകാരൻ വേണമായിരുന്നു. There has to be a Redeemer. അപ്പൊ വീണ്ടെടുപ്പുകാരനെ അന്വേഷിച്ചപ്പോൾ Oh, when she looked for the Redeemer. അവരുടെ ശരിയായുള്ള വീണ്ടെടുപ്പുകാരൻ അവർക്ക് വേണ്ടി വീണ്ടെടുപ്പ് ചെയ്യാൻ തയ്യാറെടുത്തില്ല. Oh, when her original Redeemer did not get ready to redeem her. വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. There's no point in talking simply about the Redeemer. കാര്യം എലിമേലെക്കിന് നഷ്ടപ്പെടും മുഴുവൻ വിലയ്ക്ക് വാങ്ങുന്ന ഒരുവൻ വേണം വീണ്ടെടുപ്പുകാരനാകണമെങ്കിൽ. If you have to become the Redeemer, there must be somebody who will pay the price of what Elimelech has lost. മാത്രമല്ല രൂത്തിനെ വിലയ്ക്ക് വാങ്ങണം. Ruth also has to be bought for a price. ഇതൊരു വലിയ പ്രോസസ്സാ. It is a process. It is a big process. എന്നാൽ ഇതാ ഒരു In വീണ്ടെടുപ്പുകാരൻ. this culture, there comes a Redeemer. ആ വീണ്ടെടുപ്പുകാരൻ Oh, this Redeemer. കഴിഞ്ഞ നാളുകളിൽ എലിമേലെക്കിന് നഷ്ടപ്പെട്ട മുഴുവൻ സമ്പത്തും Everything that she lost, everything that Elimelech lost, എലിമേലെക്കിന് നഷ്ടപ്പെട്ട സകല സ്വത്തും all the properties and all the wealth that Elimelech lost, വീണ്ടെടുത്തു. this was redeemed. ആ രൂത്തിനെ വീണ്ടെടുത്തു. And he also redeemed Ruth. അതുകൊണ്ട് ഇന്ന് രൂത്ത് വീണ്ടെടുപ്പുകാരന്റെ വീട്ടിലാ. Today, Ruth is in the house of the Redeemer. അതൊരു എസ്കറ്റോളജിക്കൽ പ്രോമിസ് നമുക്ക് നൽകി തരിക. There is an eschatological promise that we receive യോഹന്നാന്റെ there. സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു. In John chapter 14, we see what ഞാൻ the Lord നിങ്ങൾക്ക് says. സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. I am going to prepare a ഞാൻ പോയി place. സ്ഥലം ഒരുക്കിയാൽ Once I prepare a place, വേഗം വന്ന് I will come back നിങ്ങളെ എന്റെ soon. അടുക്കൽ I ചേർത്തുകൊള്ളും. will take you closer to അങ്ങനെയാണെങ്കിൽ me. ഇന്ന് രാവിലെ രൂത്തേ, This morning, Ruth. നിന്റെ ജീവിതം കളം കൊണ്ട് തീരത്തില്ല. Oh, your life will not നിന്റെ end in the ജീവിതം കാൽക്കൽ threshing കൊണ്ട് floor. തീരത്തില്ല. It will not finish in the കാൽക്കലിരിക്കുന്ന field. രൂത്തേ, Oh, Ruth, who is നിനക്ക് waiting. വേണ്ടി മണവാളൻ ഒരു ഭവനം There is a ഒരുക്കിക്കൊണ്ടിരിക്കുക. bridegroom who is preparing a place for you. ആ ഭവനത്തിന്റെ ഉടമയാകാൻ പോകാ നീ. Oh, you are going to become the owner of that house. മണവാട്ടികളെല്ലാം എഴുന്നേറ്റാട്ടെ. Can all the brides rise to their മണവാട്ടി feet? സഭ സന്തോഷത്തോടെ Oh, എഴുന്നേറ്റാട്ടെ. can the joyful church മണവാട്ടി as സഭയുടെ bride അകത്ത് rise? ജീവൻ ഇന്ന് രാവിലെ Let വ്യാപരിച്ചിട്ടുണ്ട്. there be a life manifesting ഇത് here. ഏറ്റവും പദം ഇന്ന് പകലാത്മാവ് ഒരിക്കൽ കൂടെ പറയാ. Amen. This is the word that the Lord wants to നിന്റെ speak. കൈവിരൽ മണവാട്ടി നീ അനക്കണ്ട. You don't even have to move your little finger. നിനക്ക് വേണ്ടി അനക്കാൻ ഒരു മണവാളനുണ്ട്. There is a bridegroom who is restless ആ to settle your ബോവസ് matter. നിന്റെ കാര്യം അവസാനിക്കുവോളം അവൻ He സ്വസ്ഥമായിട്ടിരിക്കുകയല്ല. will not rest until your matter is അങ്ങനെയാണെങ്കിൽ ഇന്ന് settled. രാവിലെ ഇവിടുന്ന് മടങ്ങുന്ന ദൈവവൈതലേ, This morning when you're returning ആത്മാവ് out, നിന്നോട് പ്രവചിച്ചു the പറയുക, Holy Spirit is നിന്റെ prophesying. കാര്യം തീർക്കുവോളം Oh, your matter will be അവൻ settled. This സ്വസ്ഥമായിട്ടിരിക്കുകയില്ല. man will not rest. അവൻ സ്വസ്ഥമായിട്ടിരിക്കുകയില്ല. This man will not അവൻ rest. സ്വസ്ഥമായിട്ടിരിക്കുകയില്ല. This man will not rest. അവൻ നിനക്ക് വേണ്ടി അവന്റെ പ്രവൃത്തി വെളിപ്പെടുത്തും. Oh, he will reveal his power for കരങ്ങളിൽ you. ദൈവത്തെ സ്തുതിച്ചാട്ടെ. Then we reveal rest, give glory to God.